നമസ്കാരം. വയനാട് കള്ളാടി ദുരന്തം കേരളത്തെ മുഴുവൻ നടുക്കിയൊരു ദുരന്തമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ട ഒരു ജീവനെ പോലും വില കുറച്ച് കാണുകയല്ല. പക്ഷേ ആ ദുരന്തത്തിൻ്റെ ഒരു ഭീകരത ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആദ്യം തോന്നിയത്, ദൈവമേ, ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ പോലെ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭീതിയുണ്ടായിരുന്നു. അത് ഇല്ല എന്നുള്ളൊരു ആശ്വാസം. എന്നാൽ പോലും ഇപ്പോൾ പുറത്തു വന്ന കണക്കനുസരിച്ച് 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 5ഓളം പേരെ കാണാതായിട്ടുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. തുടരുന്ന മഴ ദുരന്തത്തിന് ആഘാതം കൂട്ടുക മാത്രമല്ല, ദുരന്ത നിവാരണത്തിനും തടസ്സം സൃഷ്ടിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം ഒരു വശത്ത് നിൽക്കട്ടെ. ഇതെല്ലാം വാർത്തകളാണ്. വാർത്തകൾക്കപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രേക്ഷകരോടൊരു കാര്യം പങ്കുവയ്ക്കാനുണ്ട്. ഇന്നത്തെ മറ്റൊരു വീഡിയോയിൽ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് വി.ഡി. സതീശനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള പോരിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ഞാൻ അപ്പോഴേ പ്രേക്ഷകരോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ ചൂരൽമല സംബന്ധിച്ചുള്ള വീഡിയോയിൽ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൃത്യമായി പരിശോധിക്കാം. അതുകൊണ്ട് നേരത്തെയുള്ള വീഡിയോയിൽ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ഇപ്പോൾ വി.ഡി. സതീശനെ കുറിച്ച് പറയുവാൻ പോകുന്നതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് വലിയ ഭൂമികയൊന്നും ഉണ്ടാകില്ല. അതൊരു ആമുഖമായി മുൻകൂർ ജാമ്യമായി പറയുകയാണ്. ഇവർ രണ്ടുപേരും നല്ലവരാണെന്നല്ല പറഞ്ഞു വരുന്നതെന്ന് സാരം. ഈ വിഷയത്തെ സംബന്ധിച്ച് ആദ്യം പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ചില കാര്യങ്ങൾ നാം പെട്ടെന്ന് കേട്ടങ്ങ് മറന്നുപോകും. ഈ വിഷയത്തെ സംബന്ധിച്ച് ആദ്യത്തെ പ്രതികരണങ്ങളിൽ ഒന്ന് പുറത്തു വന്നത് കൽപ്പറ്റ MLA-യും കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയുമായ ടി സിദ്ദിഖിൽ നിന്നാണ്. ശ്രീ ടി സിദ്ദിഖ് ആദ്യം പറഞ്ഞത്, നിരവധി തവണ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന തുരങ്കത്തിൻ്റെ പണിയുടെ ഭാഗമായി എടുത്തു മാറ്റപ്പെട്ട മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് മാറ്റണം എന്ന് കരാർ കമ്പനിക്കാരോട് പറഞ്ഞിരുന്നു. കരാർ കമ്പനിക്കാരോട് പറഞ്ഞിരുന്നു എന്ന് ടി സിദ്ദിഖ് പറഞ്ഞതിന് പിന്നാലെ ചാനലുകളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഫ്ലാഷ് ന്യൂസുകൾ ഓടാൻ തുടങ്ങി, കാർഡുകൾ പോകാൻ തുടങ്ങി. റെയിൽവേയുടെ ഭാഗത്താണ് കുറ്റം മുഴുവൻ. റെയിൽവേയുടെ ഭാഗമായിട്ടാണല്ലോ, റെയിൽവേ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ തുരങ്കം തന്നെ നിർമ്മിക്കപ്പെടുന്നത്. റെയിൽവേയുടെ ഭാഗത്താണ്. പിന്നെയാണ് ഇത്തരത്തിലുള്ള കരാറുകൾ അവിടെ ദിലീപ് കൺസ്ട്രക്ഷൻ എന്നൊരു സ്വകാര്യ കമ്പനിക്കാണ് നൽകപ്പെട്ടിരുന്നത് എന്നറിയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ പോലും പലപ്പോഴും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. അപ്പോൾ പറയും ദുരന്ത പ്രദേശത്ത് അത്തരത്തിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ല. മുൻപ് ചൂരൽമലയിൽ നടന്ന ദുരന്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായിട്ടുള്ള എത്ര പേരെ കാണാതായിട്ടുണ്ട്, എത്ര പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു, എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഏതെല്ലാം ഭാഗത്ത് ഏതെല്ലാം പ്രദേശത്താണ് ഉണ്ടായിരിക്കുന്നത്, അതിലെവിടെയാണ് ഏറ്റക്കുറച്ചിലുകളുള്ളത്, ഇതെല്ലാം ഏതാണ്ട് കൃത്യതയോടുകൂടി തന്നെ അവിടെ നിന്ന് വാർത്താമാധ്യമങ്ങളും സർക്കാരും സംപ്രേഷണം ചെയ്യുകയും പുറത്തുവിടുകയും ചെയ്തിരുന്നു. ചൂരൽമല ഇപ്പോൾ ഈ കള്ളാടിയിൽ നടന്ന ദുരന്തത്തിൻ്റെ കാര്യത്തിൽ, മരണസംഖ്യയുടെ കാര്യത്തിൽ പോലും ഏറ്റക്കുറച്ചിലുകളെന്നല്ല, ഏറ്റമില്ല കുറച്ചിലുകളാണ് ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് അവസാനമായി രാത്രിയിൽ പുറത്തു വരുന്ന കണക്കനുസരിച്ച് 5 പേർ മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് 3 പേർ, ഒരാൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ്. ഈ കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇതിലൊരു കൃത്യതക്കുറവുണ്ട്. ആ കൃത്യതക്കുറവ് തന്നെ ചില സംശയങ്ങൾക്കിടയാക്കുന്നു. അതിനോടൊപ്പം ഈ ടി സിദ്ദിഖിൻ്റെ ആദ്യ വാദത്തോട് കൂടി ഈ കൃത്യതക്കുറവിനെ നമുക്ക് ടി സിദ്ദിഖിൻ്റെ ആദ്യ വാദത്തോടൊന്ന് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആദ്യവാദമെന്ന് ഞാൻ പറഞ്ഞത്, അതിനുശേഷം ദിവസം മുന്നോട്ട് പോയപ്പോൾ ഈ ദുരന്തമുണ്ടായി, ദിവസം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരുന്ന സന്ധ്യയോടടുത്തുകൊണ്ടിരുന്നപ്പോൾ ടി സിദ്ദിഖിൻ്റെ സ്വരവും മാറി, ആരോപണവും മാറി. കരാർ കമ്പനിയാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതിൽ നിന്ന് മാറി, ഞാനിപ്പോൾ പ്രത്യാരോപണങ്ങൾക്ക് മുതിരുന്നില്ല, ഇത് ഞാൻ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ഒഴുക്കൻ മട്ടിലുള്ള പറച്ചിലായി. അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കരാർ കമ്പനി ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരുന്നു. കാരണം ആ മണ്ണ് കൂട്ടിയിട്ടിരുന്നത് അവർ തന്നെയാണ്. അത് കൃത്യമായിട്ട് സിമൻറ്റ് സ്പ്രേ ചെയ്ത് അവർ കഴിയുന്നിടത്തോളം സുരക്ഷിതമാക്കി നിർത്തിയിരുന്നു. അവരുടെ വിശദീകരണമാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല. പക്ഷേ ഈ മണ്ണ് മാറ്റുവാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ഇത് മാറ്റി എവിടെ കൊണ്ടിടണം, അതിനുള്ള സ്ഥലം അനുവദിച്ച് നൽകേണ്ടത് ഭരണകൂടം മാത്രമല്ല, പ്രാദേശിക ഭരണകൂടമാവട്ടെ, സർക്കാരാവട്ടെ, സംസ്ഥാന സർക്കാരാവട്ടെ, ഇവരെല്ലാം ചേർന്നെടുക്കുന്ന തീരുമാനമാണ്. കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്നെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഈ മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്ത് എവിടെ കൊണ്ടിടും? സ്ഥലം വേണമല്ലോ. ഇത്രയും വലിയ മലയുടെ അത്രയും ഉയരത്തിലാണ് മണ്ണവിടെ കൂടി കിടക്കുന്നത്. പ്രേക്ഷകർ തന്നെ കണ്ടു കാണും. രണ്ടാമതൊരു കാര്യം ഇവിടെ പരിശോധിക്കേണ്ടത്, ഈ ഒരു വിശദീകരണം വന്നതോടുകൂടി സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വരവും താളവും മാറ്റി, ആരോപണത്തിലുള്ള സ്വരവും താളവും മാറ്റി. രണ്ടാമത്തെ കാര്യം, ഒരു സാധാരണ പ്രേക്ഷകനെന്നുള്ള, ഒരു വിദഗ്ധനെന്നുള്ള
ഒരു യാതൊരു അവകാശവാദവുമില്ലാതെ ആ ദൃശ്യങ്ങൾ കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കുവാനുള്ളത്, വെറും മണ്ണ് കൂട്ടിയിട്ടിരുന്നതിൻ്റെ മുകളിൽ മഴ പെയ്ത് ഉണ്ടായൊരു അപകടത്തിനും അപ്പുറം ഭീകരത ആ പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടലിന് സമാനമായി ഉണ്ടായ ആ ദുരന്തത്തിനുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മണ്ണ് ഒലിച്ചു വരുന്നത് കാണുമ്പോൾ ടാങ്കർ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ എടുത്തുകൊണ്ടാണ് ആ മണ്ണ് വരുന്നത്. അതിനൊപ്പം ജലത്തിൻ്റെ ശക്തിയായിട്ടുള്ള പ്രവാഹം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയപ്പെടേണ്ട കാര്യമാണ്. പിന്നെ ഡ്രോൺ ഷോട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലായത്, ഈ മണ്ണൊലിച്ചു നിന്ന പ്രദേശത്ത് നിന്നല്ലാതെ വെള്ളം അതിശക്തമായി മഴ പെയ്തതിൻ്റെ ഭാഗമായി ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിനും അപ്പുറം ഉരുൾപൊട്ടലിന് സമാനമായിട്ടുള്ള രീതിയിൽ വെള്ളം ഒലിച്ചിറങ്ങി വന്നിട്ടുണ്ടോ, അതാണോ ഈ സിമൻറ്റ് സ്പ്രേ ചെയ്ത് തടുത്ത് നിർത്തിയിരുന്ന മൺകൂനയെ തകർത്തെറിഞ്ഞ് മൺകൂനയുടെ ഒരു ഭാരത്തോടൊപ്പം മുന്നോട്ട് വന്ന് ഇത്രയും അപകടമുണ്ടാക്കിയത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു സാധാരണ സംശയമാണ്, ഒരു സാധാരണ പ്രേക്ഷകൻ്റെ, ഒരു സാധാരണ മനുഷ്യൻ്റെ സംശയമാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നാം പരിശോധിക്കുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നു. അതിലോലമ എന്ന തരത്തിൽ തരംതിരിക്കപ്പെട്ട ഒരു പരിസ്ഥിതി പ്രദേശമാണത്. പരിസ്ഥിതിയുടെ കാര്യത്തിൽ അതിലോല പരിസ്ഥിതിയാണ് ആ പ്രദേശത്തുള്ളത്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിശോധനകളും മറ്റും നടത്തിയിട്ടാണോ അനുവാദം നൽകിയത്, അതോ അതിനെയൊക്കെ മറികടന്നാണോ നൽകിയത്? അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ LDF സർക്കാരിലേക്ക് വിരൽ ചൂണ്ടപ്പെടും. VD സതീശനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ മണ്ണ് മാറ്റലിനുള്ള സ്ഥലം അനുവദിക്കൽ ഉൾപ്പെടെയുള്ള പ്രക്രിയകൾ വേഗത്തിലാക്കുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്കും ഒഴിവാകുവാൻ സാധിക്കില്ല. കാരണം VD സതീശൻ സർക്കാരിൻ്റെ ഇത്രയും ദിവസത്തെ, ചുരുങ്ങിയ നാളെ ആയിട്ടുള്ളൂ, പൂർണ്ണമായൊരു വിലയിരുത്തൽ അവരെ സംബന്ധിച്ച് നടത്തുവാറായിട്ടില്ല. എന്നാൽ പോലും ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു സർക്കാർ എന്നുള്ള നിലയിൽ തന്നെ അവരെ വിലയിരുത്താതെ നമുക്ക് കടന്നു പോകുവാനും സാധിക്കില്ല, അവരുടെ പ്രവർത്തനങ്ങളെയും കാര്യക്ഷമതയും. ഈ മണ്ണ് മാറ്റലിനുള്ള സ്ഥലം അനുവദിച്ച് നൽകുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രാദേശിക ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ്. അപ്പോൾ ചോദിക്കാം, ഒരു മൺകൂന മാറ്റാൻ സ്ഥലം കൊടുത്തില്ല എന്നുള്ളത് അതൊക്കെ ഇത്ര വേഗത്തിൽ നടത്തേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഇത്ര പ്രാധാന്യമുള്ള വിഷയമാണോ? പ്രദേശം കണക്കിലെടുത്ത് വേണം അതിനുള്ള ഉത്തരം പറയുവാൻ. പ്രദേശം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും അതീവ ഗൗരവമേറിയൊരു വിഷയമാണത്. അതീവ പ്രാധാന്യമുണ്ടാകേണ്ട ഒരു വിഷയമാണ്. കാരണം കേരളം സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ആ പ്രദേശത്തും ചുറ്റളവിലുമായിട്ടാണ് അധികം കാലം ഒന്നും കടന്നു പോകാത്ത തരത്തിൽ നമ്മുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരേണ്ടത്. അങ്ങനെ വേണം ഇതിനെ കാണാൻ. ഒന്ന് അതിലോല പരിസ്ഥിതി പ്രദേശമായി തരംതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശം, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമുണ്ടോ ഇല്ലയോ, അതിനുള്ള കൃത്യമായിട്ടുള്ള സുരക്ഷാ നടപടികളും മുൻകരുതലുകളും ഈ നിർമ്മാണ കമ്പനി എടുത്തിട്ടുണ്ടോ, ഇതെല്ലാം സംസ്ഥാന സർക്കാർ കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുൻകരുതലുകളും മുന്നൊരുക്കങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കളക്ടറുടെ ഭാഗത്ത് നിന്നെങ്കിലും ഒരു പരിശോധന ഉണ്ടായിട്ടുണ്ടോ? സിദ്ദിഖ് ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് ഞാൻ പല ദിവസമായി അവിടെ പറഞ്ഞിരുന്നു, എടുത്തുകൊണ്ട് പൊക്കോണം എന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗൊക്കെ അടിക്കാൻ നോക്കി. ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയോ മറ്റോ വിളിച്ച് പറഞ്ഞു കാണും കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടരുതെന്ന്. എന്തായാലും VD സതീശൻ സർക്കാരിൻ്റെ ഭരണക്ഷമതയുടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു മാറ്റുരയ്ക്കലായിരിക്കും ഈ ദുരന്തമെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട. പക്ഷേ ചൂരൽമലയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ദുരന്ത നിവാരണ സേനയ്ക്ക് പോലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഭരണകൂട ഇടപെടലുകളും പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളും ചില അവസരങ്ങളിലെങ്കിലും അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൃത്യമായിട്ടുള്ള ഒരു മരണസംഖ്യ ഇപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് പോലും ലഭിക്കാതിരിക്കുക എന്നുള്ളത്. ദുരന്ത നിവാരണ സേനയെ നിയന്ത്രിക്കുവാനും അതിൻ്റെ മേൽനോട്ടം വഹിക്കുവാനും ഓരോ പദ്ധതികളുടെ, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ, ഇപ്പോൾ മണ്ണ് മാറ്റുന്ന ഹിറ്റാച്ചികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനും ഒരു കൃത്യമായ ഉദ്യോഗസ്ഥൻ, ജീവൻ രക്ഷാ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനും മറ്റൊരു ഉദ്യോഗസ്ഥൻ, അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ളൊരു വികേന്ദ്രീകരണം അവർ നടത്തിയാണ് അവർ അവരുടെ കർമ്മവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെയൊക്കെ പലപ്പോഴും അവർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നത് രാഷ്ട്രീയക്കാരിൽ നിന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവിടുന്ന് പുറത്തു വരുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ്. ഇനി VD സതീശൻ സർക്കാരിലേക്ക് തിരികെ വന്നാൽ പല കാര്യങ്ങളിലും അവർ ഈ സംഭവത്തോടനുബന്ധിച്ച്, ഈ ദുരന്തത്തോടനുബന്ധിച്ച് ഉത്തരം പറഞ്ഞേ മതിയാകുകയുള്ളൂ. ആ ഉത്തരങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ദൗർഭാഗ്യകരമായൊരു വസ്തുതയായി തന്നെ നിലനിൽക്കുന്നു. അത് ചോദിക്കപ്പെടാറില്ല, ചോദിക്കേണ്ടവർ ചോദിക്കാറില്ല. പക്ഷെ നമുക്കത് ചോദിക്കാതെ വയ്യതാനും.
പിണറായി വിജയൻ്റെ കാലത്ത് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ്. 700 കോടി ദുബായിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ മുഖ്യമന്ത്രിയോട് 700 കോടി UAEയുടെ നയതന്ത്ര പ്രതിനിധി, ഭാരതത്തിലേക്കുള്ള നയതന്ത്ര പ്രതിനിധി നേരിട്ട് അത്തരത്തിൽ ഒരു വാഗ്ദാനവും ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ എന്ത് വിവരത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളോട് അത് വിളിച്ചു പറഞ്ഞത്? കിട്ടുമായിരിക്കുമെന്നല്ല, കിട്ടും എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു വസ്തുതാവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം പറയുവാൻ എന്തായിരുന്നു പ്രചോദനം? ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ വി ഡി സതീശൻ മറ്റൊരു രീതിയാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം മുഴുവൻ സത്യവും പലപ്പോഴും പറയാറില്ല. എല്ലാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തലയിലേക്ക് ചാരി വെച്ച് തൻ്റെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു രീതിയാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കൈക്കൊണ്ടിരിക്കുന്ന ആ രീതി കൊണ്ട് ഏതാണ്ട് 1 വർഷത്തോളം അദ്ദേഹത്തിന് സുരക്ഷിതനായി വലിയ പരിക്കൊന്നും കൂടാതെ മുന്നോട്ട് പോകാം. ഇതിനും അപ്പുറത്തേക്കുള്ള ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായില്ലെങ്കിൽ, MM മണിയുടെ കാര്യം ആലോചിച്ച് നോക്കുക. ഡാം തുറന്നു വിട്ടു. ഈ ഡാം മാനേജ്മെൻറ്റിലുണ്ടായ പരാജയമാണ്, അതിലുള്ള ജലം കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ സമ്പൂർണ്ണ പരാജയമാണ് കേരളത്തെ ഏതാണ്ട് മുഴുവനായി തന്നെ മുക്കിയ 2018 പ്രളയത്തിൻ്റെ മൂലകാരണമെന്നുള്ളത് അന്വേഷണ റിപ്പോർട്ടുകളുള്ളതാണ്. വിശദമായി ആ ദുരന്തത്തെ പഠിച്ച് അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ള സമിതികളുണ്ട്. ആ റിപ്പോർട്ട് കാര്യമായി എടുക്കുന്നതിന് പകരം ആ റിപ്പോർട്ട് കീറിക്കളയുവാനും ആ റിപ്പോർട്ടിനെ അവഹേളിക്കുവാനും ആ റിപ്പോർട്ടിന് വേണ്ടി ഗവേഷണം നടത്തിയവരെ അസഭ്യം പറയുവാനുമാണ് MM മണി ഉൾപ്പെടെയുള്ളവർ മുതിർന്നത്. വി ഡി സതീശൻ സർക്കാരിൻ്റെ ഒരു രീതി അതല്ല. എന്തായാലും അവർ പിന്നോട്ട് മാറി വളരെ സൗമ്യരായി സമൂഹത്തിനിടയിൽ പെരുമാറി ഇത്തരത്തിലുള്ള അവരുടെ കെടുകാര്യസ്ഥതകളെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നവരാണ്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം അത് സ്വാഭാവികമാണ്. രണ്ടാമത്തെ കാര്യം, വി ഡി സതീശൻ്റെ ഈ ഒരു കെടുകാര്യസ്ഥത എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, 1 വർഷത്തേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ കെടുകാര്യസ്ഥത അല്ലത് മറ്റേ സർക്കാർ ചെയ്തു വെച്ച ദ്രോഹത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് എന്നാരോപിച്ചും പ്രത്യാരോപണങ്ങൾ നടത്തിയും അവർക്ക് രക്ഷപ്പെടാം. അങ്ങനെയുള്ള രക്ഷപ്പെടലുകൾ പക്ഷേ കേരളത്തിന് ദോഷകരമാണ്. ഇവർ തമ്മിലുള്ള, ഞാൻ ആദ്യം വിഴിഞ്ഞം സംബന്ധിയായിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അടിസ്ഥാനപരമായി നടക്കുന്നത് ഇവർ തമ്മിലുള്ള അധികാരത്തിനും ഒരു അവകാശത്തിനും അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നല്ലോ, ഓരോ പദ്ധതികളുടെയും ക്രെഡിറ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള വടംവലിയാണ്. ഈ വടംവലിയുടെ ഇടയിൽ കേരള ജനതയുടെ കഴുത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ആ വടം കേരള ജനതയുടെ കഴുത്തിലൊരു വട്ടമായി കുടുങ്ങിക്കിടക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇവർ വടം വലിക്കുന്നു. അവരുടെ ലക്ഷ്യം വടംവലിയിലെ വിജയം മാത്രമാണ്. കഴുത്ത് ഞെരുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കേരളത്തെക്കുറിച്ച് വി ഡി സതീശനും വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കുന്നുണ്ടെന്ന് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഭരണ മികവിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയൻ്റെ കാര്യം പിന്നെ ഞാൻ എടുത്തു പറയേണ്ടതുമില്ല. 10 വർഷങ്ങൾ അദ്ദേഹം അതിന് ദൈനംദിനം എന്ന വണ്ണം ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുകൾ നൽകിയതാണ്. ധാർഷ്ട്യം, അഹങ്കാരം, കെടുകാര്യസ്ഥത, അഴിമതി, ഇതെല്ലാം കൂടിച്ചേർന്ന് എന്നെക്കാളും വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരി ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദിക്കാതെ തന്നെ അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നൊരു ഭാവത്തിലാണ് എപ്പോഴും പൊതുമണ്ഡലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. എന്നെപ്പാര്, എൻ അഴകപ്പാര്, എൻ തിരമൈപ്പാര് എന്നുള്ള, തിരമയെന്ന് പറഞ്ഞാൽ കഴിവ്, ഈ തരത്തിലുള്ളൊരു രീതിയിൽ. സതീശനും ഏതാണ്ട് അതേ മനോഭാവമുള്ള ആൾ തന്നെയാണ്. പക്ഷേ സതീശൻ അത് പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കുന്ന രീതി, പരസ്യമായി പ്രകടിപ്പിക്കുന്ന രീതി പിണറായി വിജയൻ്റേതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണെന്ന് മാത്രം. പക്ഷേ ചൂരൽമല സംഭവം, മരണസംഖ്യ ഏറിയാലും കുറഞ്ഞാലും ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. ശാസ്ത്രീയമായൊരു പഠനവും അന്വേഷണവും ദുരന്ത നിവാരണ സേനയുടെ ഉൾപ്പെടെയുള്ള സഹായ സഹകരണങ്ങളോട് കൂടിയിട്ടുള്ളൊരു വിശദമായ അന്വേഷണവും ഇക്കാര്യത്തിൽ നടന്നേ മതിയാകുകയുള്ളൂ. സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണങ്ങൾ ഇത്രയും ഗഹനമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ പര്യാപ്തമാണോ എന്നുള്ള സംശയം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അതിൽ ആ സംശയങ്ങളിൽ കുറേയൊക്കെ വസ്തുതകൾ ഉണ്ട് താനും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ വി ഡി സതീശൻ്റെ കെടുകാര്യസ്ഥത എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിഷയത്തിനുമപ്പുറം കേരളത്തിൻ്റെ ഒരു സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. 2018 പ്രളയമാകട്ടെ, ചൂരൽമലയിൽ മുമ്പുണ്ടായ ദുരന്തമാകട്ടെ, ഇപ്പോഴുണ്ടായ ദുരന്തമാകട്ടെ, ഇതെല്ലാം ഒരു തുടർക്കഥയാകുമ്പോൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഞാൻ പ്രേക്ഷകർക്ക് വിടുകയാണ് ഉത്തരം പറയുവാനായി. ആ ഉത്തരങ്ങൾ, ഈ വിഷയത്തോട് കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവയെല്ലാം കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.